എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് പേരുണ്ടല്ലോ, നമ്മൾ പോവാത്ത ഒരു ഗ്രാമം അല്ലെങ്കിൽ അന്ന് ആ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒരു നിയോഗം ഉണ്ടായി, കണ്ടുമുട്ടാൻ ചില ഒരു നിയോഗങ്ങൾ നിമിത്തം ഉണ്ടായി. ഇതിനൊക്കെ പിറകിൽ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ എന്തായിരിക്കും ഒരു ഇത് എന്താ പറയുക, നമുക്ക് പിടികിട്ടാത്ത എന്തൊക്കെയോ അത്ഭുതങ്ങളുണ്ടല്ലോ അല്ലേ? ഈ പ്രപഞ്ചത്തിൻ്റെ വിസ്തൃതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് നമ്മൾ എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. എല്ലാം പ്രപഞ്ചമാണ്. ഞാൻ പറഞ്ഞില്ലേ, ഏറ്റവും വലിയ മാജിക് എന്ന് പറയുന്നത് പ്രപഞ്ചമാണ്. 9 മിനിറ്റ് എടുക്കുന്ന സൂര്യനിൽ നിന്നും ഒരു രശ്മി ഇവിടത്തേക്കെത്താൻ. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു പ്രകാശം എന്ന് പറയുന്ന 9 മിനിറ്റ് മുമ്പ് യാത്ര തിരിച്ചതാണെന്നും ഏറ്റവും അടുത്ത നക്ഷത്രത്തിൽ നിന്നും പ്രകാശം ഇങ്ങോട്ട് എത്തിച്ചേരാൻ 4 വർഷമെടുക്കുമെന്നും ഏതോ അനന്തതയിൽ കിടക്കുന്ന ഒരു നക്ഷത്രത്തിൽ നിന്ന് പുറപ്പെട്ടിട്ടുള്ള ലൈറ്റ് ഇന്നും ഇവിടെ ഭൂമിയിൽ എത്തിച്ചേർന്നിട്ടില്ല എന്നുള്ളതും ഭൂമി അവസാനിച്ചു കഴിഞ്ഞാലും എത്തിച്ചേരില്ല എന്നുള്ളതും ആ നക്ഷത്രത്തിൽ നിന്ന് വരുന്ന രശ്മിയെ സംബന്ധിച്ചിടത്തോളം ഈ യാത്രക്കിടയിൽ ഭൂമി എന്ന് പറയുന്നൊരു സാധനം ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പോലും ആ രശ്മിക്ക് അറിയാത്തൊരവസ്ഥയാണ്. കാരണം അതിനിടയിൽ ഒരു മണൽത്തരി എന്നൊന്നും പറയാൻ പറ്റില്ല, എന്താണെന്ന് പറയുക, ഒരു പരമാണു എന്നും പറയാൻ പറ്റില്ല. അതിനേക്കാളും എത്രയോ ചെറിയ ഒരു അംശമാണ് നമ്മുടെയൊക്കെ സ്ഥാനം. അപ്പോൾ അത്രയും വിശാലമായൊരു ഇതിനകത്ത് എന്തൊക്കെയോ സംഭവിക്കുന്നു, നമ്മളറിയാത്ത എന്തൊക്കെയോ സംഭവിക്കുന്നു, ആരൊക്കെയോ കണ്ടുമുട്ടുന്നു. ചില കണ്ടുമുട്ടുന്ന ആളുകൾ നമ്മൾ അറിയാതെ നമ്മളുമായിട്ട് വല്ലാത്ത അടുപ്പത്തിലാവുന്നു. ചിലരുമായിട്ട് എന്തോ ഒരു എന്താ പറയുക, അറിയാത്തൊരു റേസ്, ഒരു മാജിക്കൽ റേസ് ഉണ്ടാവുന്നു. ഏതോ ഒരു ബന്ധങ്ങളുടെയൊക്കെ ഒരു ബാക്കി പത്രം എന്നാണെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, ഈ നമ്മുടെ ഇൻസ്പിറേഷനാകുന്ന വ്യക്തികൾ പക്ഷേ കാണാതെ പോകുന്നവർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. എന്തിനോ വേണ്ടി ആരോ അയച്ച പോലെ നമ്മൾ പറയും ദൈവത്തിൻ്റെ ഒരു സ്പർശം നമുക്കുണ്ടായി ഒരു വ്യക്തിയുടെ രൂപത്തിലെന്ന് പറയുന്നു. ഒരു 300 കുട്ടിയാർ പോലും പറഞ്ഞ ഒരു ദിവസമായാലും പറയും. ഞാൻ കുറിച്ച് ഒരുപക്ഷെ ജീവിതത്തിൽ ഏതെങ്കിലും ഇനിയുള്ള കാലങ്ങനെ കിടക്കുകയില്ലേ, എന്തെങ്കിലും ഒരുപക്ഷെ എനിക്കൊന്ന് വളർന്നു കഴിഞ്ഞാൽ അവളെ തിരിച്ചറിയാൻ സാധിച്ചില്ലെങ്കിൽ കൂടി അവൾക്കൊരു പക്ഷേ മാജിക് അങ്കിളിനെ കണ്ടെത്താൻ പറ്റും. അങ്ങനെ ഒരു പ്രതീക്ഷ മനസ്സിൽ എപ്പോഴെങ്കിലൊക്കെ ഓർക്കാറുണ്ടോ ഏകാന്തതയിൽ? ഇല്ല, ഞാനിപ്പോഴും ഈ സാക്ഷരതയായിട്ട് ബന്ധപ്പെട്ട പരിപാടികളൊക്കെ നടത്താറുണ്ട്. അക്ഷരം പഠിപ്പിക്കണം എന്നുള്ള രീതിയിൽ പ്രോഗ്രാം നടത്താറുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിൽ മുന്നിൽ വരുന്ന ചിത്രം ആ കുഞ്ഞിൻ്റെ ചിത്രമാണ്. ആ കുഞ്ഞിൻ്റെ മുഖമാണ് എൻ്റെ കണ്ണിൽ വരുന്നത്. ആ കുഞ്ഞിൻ്റെ കണ്ണുകളാണ് എൻ്റെ മനസ്സിൽ നിറയുന്നത്. ഇനി ഒരിക്കലും കാണുമെന്നൊന്നും എനിക്ക് പ്രതീക്ഷയില്ല, കാണാൻ സാധ്യതയില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യ തന്നെ അതിവിശാലമാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനം, ആ സംസ്ഥാനത്തിൻ്റെ ആ ഗ്രാമം എവിടെ കിടക്കുന്നു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതാണ് റൂട്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആരാണ് ആ കുഞ്ഞെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷേ എൻ്റെ മനസ്സിൽ ആ കുഞ്ഞുണ്ട്. അതാണ് ആ കുഞ്ഞിൻ്റെ മുഖം എൻ്റെ മനസ്സിൽ കൃത്യമായിട്ട് എനിക്ക് വരയ്ക്കാൻ അറിയുമെങ്കിൽ ഞാൻ വരച്ച് കാണിക്കാമായിരുന്നു. കൃത്യമായിട്ട് എൻ്റെ മനസ്സിലുണ്ടത്. ഏതായാലും ആരോ ഒരാൾ എന്ന് പറയുന്ന നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ഈ യാത്രയിൽ ഒരുപക്ഷെ ഞാൻ പറയില്ല, ജീവിതത്തിൻ്റെ ഒരുപാട് വഴികളിൽ വഴികാട്ടിയായി എപ്പോഴെങ്കിലും നമുക്കൊരു നോവായൊക്കെ മനസ്സിൽ വിശേഷിക്കുന്ന ഒരു മുഖം. അപ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകരോട് നമുക്കിന്ന് പറയാൻ സാധിച്ചതിലും വ്യത്യസ്തമായൊരു അനുഭവം തന്നെയാണെന്ന് പറയാം. പലരും പങ്കുവച്ചിട്ടുണ്ട് ഒരുപാട്. ഒരുപക്ഷെ നമുക്ക് മനസ്സിൻ്റെ താരങ്ങൾക്ക് അപ്പുറത്തേക്കുന്ന പല അനുഭവങ്ങളെക്കുറിച്ചും പല എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ശരിക്കും ഒരു ജീവസുറ്റ ഒരു ഓർമ്മയായിട്ട് ഒരുപക്ഷെ ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഈ അവസരത്തിൽ പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു വിചാരിക്കുന്നു, എന്തെങ്കിലും ഒരു സമാഗമം സ്നേഹത്തിൻ്റെ അല്ലേ നമുക്ക്. അല്ല, നമ്മൾ എന്താ പറയുക, നമ്മുടെ ലൈഫിനകത്ത് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, നമ്മൾ അമ്മ ഒരു മുല്ലവള്ളി എടുത്തൊരു തേന്മാവിലേക്ക് ഇങ്ങനെ പിടിച്ച് കയറ്റി നമ്മൾ കുട്ടിക്കാലത്ത് കാണാറുണ്ട് അല്ലേ? ആ തേന്മാവില്ലാതെ മുല്ലവള്ളിക്ക് നിലനിൽക്കാൻ പറ്റില്ല, മുല്ലവള്ളിക്ക് പടരണം. അപ്പോൾ പരസ്പര സഹായമില്ലാതെ പടരുക സാധ്യമല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ എന്താ പറയുക, ഒരുപാട് ബന്ധങ്ങൾ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് വ്യക്തികൾ, ഒരുപാട് ബന്ധങ്ങൾ, എന്തുകൊണ്ടോ ചില വ്യക്തികൾ നമ്മളെ വളർത്താൻ വേണ്ടിയിട്ടും അതുപോലെ എന്തോ ഒരു വല്ലാത്ത അടുപ്പം ചില വ്യക്തികളുമായിട്ട് നമുക്ക് തോന്നും ജീവിതത്തിൽ. അത് ആ വ്യക്തിയുമായിട്ടേ നമുക്ക് തോന്നുള്ളൂ, വല്ലാത്തൊരു അവസ്ഥയിൽ നമുക്ക് തോന്നില്ല. ചില ആളുകൾക്ക് നമ്മളെ സഹായിക്കണം തോന്നും, ചിലവർ നമ്മൾ അങ്ങോട്ട് സഹായിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ നമുക്കുണ്ടാവും. എനിക്ക് തോന്നുന്നു, ഞാനെപ്പോഴും പറയാറുണ്ട്, ലോകത്തിലെ ഏറ്റവും വലിയ ഇന്ദ്രജാലം എന്ന് പറയുന്നത് സ്നേഹമാണ്. അതിലപ്പുറം ഒരു മാജിക് ഇല്ല. കാരണം പക്ഷെ അത് കാണുമല്ല, സ്നേഹം എന്ന് പറഞ്ഞ സാധനം കാണില്ല, നമ്മുടെ മനസ്സ് പോലെയാണ്, കാണില്ല. പക്ഷെ ആ സ്നേഹത്തിൻ്റെ അപ്പുറം വലിയൊരു മാജിക് ഇല്ല. സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്ത ഒരു കാര്യവുമില്ല അല്ലേ? നമ്മൾ കുട്ടിക്കാലത്ത് അച്ഛൻ പറയുമായിരുന്നു, രാമായണത്തിൽ ലക്ഷ്മണൻ സീതയോട് പറയുന്നൊരു വാക്യമുണ്ട്, ഒരു ചരൽക്കല്ലിനൊരു തടാകത്തെ മുഴുവൻ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ സ്നേഹം എന്ന പ്രതിഭാസത്തിന് ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഇളക്കി മറിക്കുവാൻ സാധിക്കുമെന്ന്. അച്ഛന് വിദ്യാഭ്യാസം ഉണ്ടായിരുന്നില്ല, അച്ഛൻ സ്കൂളിൽ പോയിട്ടില്ല, അച്ഛന് എഴുത്തും വായന അറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ വീട്ടിലെ ചെറിയ മോനായതുകൊണ്ട് അച്ഛൻ്റെ നെഞ്ചിലിങ്ങനെ മുഖം ചേർത്ത് കിടക്കുന്ന സമയത്ത് വൈകുന്നേരം അച്ഛൻ കുളിച്ച് വന്നു കഴിഞ്ഞാൽ ഒരു ധാന്യന്തരം കുഴമ്പും ചന്ദ്രിക സോപ്പും കൂടി കുഴഞ്ഞൊരു മണമുണ്ട് അച്ഛന്. അച്ഛൻ മരിച്ചുപോയി. അച്ഛനൊരു കർഷകരായിരുന്നു, ഒരു കന്നുകൂട്ടുകാരനായിരുന്നു. പകൽ മുഴുവൻ ചേറിൻ്റെ മണവും ആ ചേറ് പോകാൻ വേണ്ടിയിട്ട് ധാന്യന്തരം കുഴമ്പ് തേച്ച് അച്ഛൻ കുളിച്ച് വരുമ്പോൾ അച്ഛൻ്റെ നെഞ്ചിൽ ചേർന്നിട്ടാണ് ഞാൻ കിടക്കുന്നത്, നെഞ്ചിന് മുഖം ചേർത്ത് കിടക്കും ഞാൻ. അപ്പം അച്ഛനിങ്ങനെ മുടിയിൽ തലോടിക്കൊണ്ട് പറയുന്ന കാര്യങ്ങൾ ഇതുപോലെയൊന്നല്ല, ഇതൊന്നും അല്ല ഭാഷ അച്ഛൻ്റെ.
അച്ഛൻ്റെ ഭാഷ നാടൻ ഭാഷയാണ്. കുട്ടിയെ ഞാൻ രാമായണത്തിൽ ലക്ഷ്മണ സീതയോട് പറയുന്ന ഒരു ഇതുണ്ട് അത്രേ, എന്താണ്, ഒരു ചരൽക്കല്ലെടുത്തിട്ട് നമ്മുടെ തടാകത്തിലേക്ക് എറിഞ്ഞാൽ അതിൻ്റെ അലകൾ ഇങ്ങനെ പോയിട്ട് അതിൻ്റെ കരയിൽ തട്ടിയിട്ട് ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. പിറ്റേ ദിവസം അച്ഛൻ എന്നെ കാണിച്ചു തരുന്നത്. ഞാൻ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അച്ഛൻ കല്ലെടുത്തിട്ട് കുളത്തിലേക്ക് എറിയും. തടാകമല്ല, കുളം. ആ കുളത്തിൽ നിന്ന് ആ കല്ല് വീണ സ്ഥലത്ത് നിന്ന് ഇതിങ്ങനെ അലകളായിട്ട് പോയിട്ട് തിരിച്ചതേ സ്പോട്ടിലേക്ക് വരും. അച്ഛൻ പറയും ഇതാണ് സ്നേഹം. ഇതിലപ്പുറം വലിയൊരു പാഠം എന്താണ് നമുക്ക്, അല്ലേ? ഒരു വലിയ ഒരു വിശ്വവിജ്ഞാന കോശത്തിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ വിദ്യാഭ്യാസമില്ലാത്ത ഒരു അച്ഛൻ ഒരു മകന് പറഞ്ഞു കൊടുക്കുന്ന കാര്യമാണ്. ഞാൻ പറഞ്ഞില്ലേ, അതാണ് സ്നേഹം എന്ന് പറയുന്ന പ്രതിഭാസം. അതൊരു വലിയൊരു ഒരു വിസ്മയമാണ്. ലോകത്തിലൊരിക്കലും നിർവചിക്കാൻ സാധിക്കാത്ത, ഒരു വിശ്വവിജ്ഞാന കോശത്തിലും ഒരു ലേഖനം എഴുതാത്ത ഒരേ ഒരു വാക്കെന്ന് പറയുന്നത് സ്നേഹമാണ്. സ്നേഹം. അതെ, അതാണ് ഞാൻ പറഞ്ഞത്. ആ നീനു എന്ന് പറയുന്ന കുട്ടിക്ക് ഭാഷ, എനിക്കും ആ കുട്ടിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭാഷ എന്ന് പറയുന്നതില്ല. ആ കുട്ടി നന്നായിട്ട് ഹിന്ദി സംസാരിക്കുന്നു, ഏതോ ഒരു പ്രത്യേക ഹിന്ദി സംസാരിക്കുന്നു, ഞാൻ മലയാളം സംസാരിക്കുന്നു, ചില ആംഗ്യ ഭാഷകളിലൂടെ. പക്ഷേ ആ കുഞ്ഞിൻ്റെ കണ്ണിൽ നിന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഭാഷയില്ലാതെ എന്തോ ഒരു അമ്പ് അല്ലെങ്കിൽ ഒരു സ്നേഹത്തിൻ്റെ സ്പർശം വന്ന് പതിക്കുന്നത് ഞാൻ അറിയുന്നു. എങ്ങനെ വരുന്നു എനിക്കറിഞ്ഞുകൂടാ. ആ കുഞ്ഞ് എന്നിൽ നിന്നും വായിച്ചെടുത്തത് അതാണ്. ഒരു പക്ഷേ ഒരു അച്ഛനെ പോലെ, അല്ലെങ്കിൽ ഒരു ഏട്ടനെ പോലെ, ഒരു അമ്മാവനെ പോലെ എന്നെ ആ കുഞ്ഞ് സ്നേഹിക്കുന്നു. ആ കുഞ്ഞിന് എൻ്റെ സംഘത്തിനെയോ അല്ലെങ്കിൽ എന്നെയോ പിരിയാൻ വേണ്ടിയിട്ട് പറ്റില്ലായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ, അച്ഛനെയും അമ്മയും പിരിഞ്ഞാൽ പോലും ഒരു ദിവസം കണ്ട ഞങ്ങളെ പിരിയാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ആ കുഞ്ഞ് മാറി എന്നുണ്ടെങ്കിൽ അവിടെ സ്നേഹമല്ലാതെ എന്താ ഉള്ളത്, അല്ലേ? അതാണ് ഒരു നിയോഗവും എൻ്റെ പിന്നിലുണ്ടെന്ന് പറയാം. എന്തായാലും വിലയേറിയ സമയത്തിൽ നമുക്ക് വളരെ ഹൃദയസ്പർശിയായ ആ ഒരു മുഖം ഞാൻ പ്രത്യേകിക്കുന്നു. പ്രേക്ഷകർക്കൊപ്പം തന്നെ ജീവിതത്തിൽ സ്നേഹത്തിൻ്റെ ഈ ആരോ ഒരാൾ എന്നാണ് ശീർഷകം കൊടുത്തെങ്കിലും ഒരിക്കലും അങ്ങനെ മറഞ്ഞു പോവാതെ വീണ്ടും കാണാൻ ഒരിക്കലും ഇങ്ങനെ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ അച്ഛൻ പറഞ്ഞ പോലെ അലകളായി തിരിച്ചു വരട്ടെ മുഖം. പറഞ്ഞു പോയി എന്നാണ് നമ്മൾ പറയുന്നത്, ഒരിക്കലും കാണാത്തവർ. എന്നാൽ ഇത്തരുണത്തിൽ ആശംസിക്കാൻ അങ്ങനെ തോന്നുന്നു, ആഗ്രഹിക്കുന്നു ഞാനും. അതുപോലെ പുതിയ എല്ലാ പ്രോജക്ട്സുകൾക്കും നമ്മുടെ ഭാഗത്തു നിന്നുള്ള എല്ലാവിധ ആശംസകളും. പ്രത്യേകം നന്ദി. താങ്ക് യു സോ മച്ച്. പ്രേക്ഷകരോട് ഇന്ന് നമ്മൾ ഈ അധ്യായത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. മനസ്സിൽ സ്നേഹമായി ഒരു നീറുന്ന ഓർമ്മയായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ മുഖം ഓർത്തുകൊണ്ട് ഈ ആഴ്ച നമ്മൾ പടിയിറങ്ങുകയാണ്. അടുത്ത ആഴ്ച മറ്റൊരു അതിഥിയുമായി കണ്ടുമുട്ടുന്നവരെ ഏവർക്കും നന്മകൾ നേരുന്നു. നമസ്തേ. നമസ്കാരം. നീനു എവിടെയാണ്? ഏതോ അകലങ്ങളിൽ അവളൊരു നിഴലായി മാഞ്ഞു. ആ സ്നേഹത്തെ, വിഷാദാർദ്രമായ ആ ഓർമ്മയെ താലോലിച്ച് ഇന്നും ഒരാൾ.